அங்கேயும் காலி எடுக்கும். ஐயோ എവിടെ ഇരിക്കും അതല്ല ഞാൻ ഇത് തുറന്നു പറഞ്ഞു ചേട്ടാ വാങ് എടാ ഇപ്പഴത്തെ നീ ഇവിടെ നിന്ന് പറയാൻ അവിടെ ഇരിക്കണോ നീ അവിടെ അങ്ങനെ ഇരുന്നേ ശരണ്യ നീ എപ്പോഴാ പോണേ? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു പോകും. നിങ്ങൾ എപ്പോഴാ പോണേ? നിങ്ങൾ പോയ ഉടനെ ഞങ്ങളും പോവും. സാറേ നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ CMRR ചെറിയൊരു കൺഫ്യൂഷൻ അത് ഇപ്പോഴാണ് നീ ഡൗട്ട് വയ്ക്കുന്നത്? അല്ല സാറല്ലേ പറഞ്ഞത് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന്. എന്നാ നീ പാതിരാത്രി കളിക്കറാ? പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കാതെ ആലോചിച്ചാ എന്റെ പൊന്നു ഇവിടെ തന്നെ വേണം. எங்க இருக்கு ശരണ്യ ആ ഏ ഓക്കെയാണ്. എന്തൊക്കെ ഡണ്ണാണ് ഡൺ. எதுக்கு அவ சொல்ல வந்த மேட்டர் കഴിക്കണതുണ്ട്. എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളപ്പോൾ മാത്രമേ സ്വന്തം പപ്പണം വേറെ പുറത്താക്കൂ. அதுவும் ட்ரெடிஷனும் പഴം വേണം. சார் இருந்தாரு ഡാബി ഇതെങ്കിലും മര്യാദക്ക് നടത്തണേടാ. ഞങ്ങളൊക്കെ ഇല്ലേ ബാക്കി എല്ലാരും ഇട്ടോ മോളും ഇട്ടോ. ஓ உங்க மச்சான் பேர் சொல்லிட்டாரு அவரு தீபுன்னு. ഇല്ല ഫുഡ് എത്തിയിട്ടില്ല. നീ കഴിച്ചാ? പിന്നെ ഈ സൺഡേ നീ വീട്ടിൽ പോകണം. ഞങ്ങൾ തൃശ്ശൂർ വരട്ടെ. ഒരു പ്രശ്നമില്ല, പാവങ്ങളാ, ഡീസന്റ്. ഷാരു ഫുഡ് വന്നിട്ടാ ഞാൻ വിളിക്കാം. നല്ലൊരു പെങ്കൊച്ചി എന്തിന്റെ പേരാണെന്ന് ഞാനാലോചിക്കും. കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നു വരണേ, ഞാനിപ്പോ വേറെ ലെവൽ ഫീലിംഗ് അനുഭവിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ചെക്കന് ടെഡ്ഡി ബിയർ, ഡയറി മിൽക്ക്, ലവിന്റെ ചിഹ്നമുള്ള തലയണ, പിന്നെ വാലന്റൈൻസ് കാർഡ്. ചെക്ക ബിസിയാണ്. എടാ നീ വിചാരിക്കുന്നത് ഒരു പെണ്ണല്ല ശരണ്യ, അവക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ബുദ്ധിജീവിയാണ്, ബുദ്ധിജീവി. ഡയറി മിൽക്ക് സിൽക്ക് ഇഷ്ടമല്ലെന്ന് പറയണ്ട, ഞാൻ വിശ്വസിച്ചില്ല. അത് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവൻ പറഞ്ഞ ബാക്കി സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ചേട്ടാ ടെഡ്ഡി ബിയർ ഇഷ്ടമാണ്, ഡയറി മിൽക്ക് ഇഷ്ടമാണ്. എന്ത് ഇതെന്താണിത്? ഒരാൾ ഇങ്ങനെ ഒതുക്കരുത്. കണ്ണം കറഞ്ഞിട്ടേ ഒന്ന് പോയണം. എന്താണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദീപു. എന്നെ പോലെ തന്നെ പാവാ. നിന്നെ പോലാന്നോ അതോ പാവാന്നോ? രണ്ടിലും ഒന്ന് പറ. എന്ത് പാവാണല്ലോ എനിക്ക് ഇഷ്ടമല്ല. അവനും നിന്നോട് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. റെസിസ്റ്റൻസ് വരയ്ക്കാൻ ശരണിക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്തി വരച്ച് വെച്ചേക്കണത്? അറക്കവാളോ? ഞാൻ ഒന്നുപോലും സൈൻ ചെയ്തിട്ടില്ല, എല്ലാം മാറ്റി വരയ്ക്കണം കേട്ടാ. കർവ് സ്മൂത്ത് ആയിരിക്കണം ഒരു 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ എല്ലാവരും ലൂർദുള്ളവർ തന്നെ വരച്ചേക്കുന്നത്. ഞാനും സംഗീതം ഒരുമിച്ചാ വരച്ച്. താനേ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടാ. ഫസ്റ്റ് ഇയറിൽ കണ്ട പാവം കുട്ടി നല്ല ശരണ്യ, ആളീ ലോകത്തേ അല്ല. താരു കാര്യം ചെയ്യും, ഇതെല്ലാം മാറ്റി വരയ്ക്ക്. ഞാനൊന്ന് അയഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലേ കയറി ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ ലൈസൻസ് ആക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? സാർ ദേ ഔട്ട്പുട്ട് കിട്ടി. വാവ്, വണ്ടർഫുൾ. എടോ നോയ്സ് സിഗ്നൽ എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ലേ. താൻ കുറെ കാലായില്ലടോ ലാബിൽ കിടന്ന് വരകണ്. തന്നോടേ കൂടുതലൊന്നും ഞാൻ പറയണില്ല, ഇഡിയറ്റ്. லைனா வரணுமா? ലൂർദ് പള്ളിമാർ ഇപ്പോൾ പുത്തമ്പള്ളിയോ? ഒരു കാര്യം ചെയ്യ്, എല്ലാം മാറ്റി വെച്ചിട്ട് ലാബിൽ കയറിയാൽ മതി. ഔട്ട്. இதுதான் சொல்லிருப்பேன்னு நீங்க. സാറേ CROയിൽ ഷോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഔട്ട്പുട്ട് കാണിക്കടാ. പ്രോബ് വരയ്ക്ക് അവന് കണക്ട് അറിയില്ല. ഫോളോ മീ. கேரக்டர் சொல்றியா இல்ல ஆர்டிஸ்ட் சொல்றியா? ஆர்டிஸ்ட்
സമ്മതി വാങ്ങണം അമ്മ സമയം വേണോ? എത്ര? ഒരു 6 6 മിനിറ്റോ? 6 മാസം. യു ആർ റൈറ്റ്. ഒരു കല്യാണം ആകുമ്പോൾ 6 മാസം ആലോചിക്കണം. കുഴപ്പമില്ല, ഞാൻ 6 മാസം വെയിറ്റ് ചെയ്യാം. ഫൈനലി ഇതിനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് ഭയങ്കര ബോറാണ്, ഇനി തരണ്ട. 6 മാസം. 6 മാസം. നീ എന്തിനാണ് 6 മാസം പറയാൻ പോയത്? നിനക്കുള്ള കാര്യം തുറന്നു പറഞ്ഞാ പോരെ? പിന്നെ ആ പുള്ളിനവരെ കത്തിയും കുത്താവും, നീ ഇടയ്ക്കരൊന്നും കുത്താവോ? ഇല്ലല്ലോ. 6 മാസം കഴിഞ്ഞെന്താ പറയാൻ പോണേ? വേറൊരു 6 മാസം കൂടി ചോദിക്കാവുന്നതാണ്. സംഗീതം എൻ്റെ മുഖത്തുനിന്നായിരിക്കുന്നു. എവിടെ? വേണ്ട, ലേറ്റൻ്റെ അടുത്ത് എൻ്റെ പനി അങ്ങനെ അറിയില്ല. ഇതങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്നല്ലോ, പ്രേമപ്പനിയല്ലേ. ചേട്ടാ ഒരു പപ്പടം കൊടുത്തേ. 1-2 കൊടുക്കാം. എടാ അവിടെ ഫുള്ള് ചിക്സ് ആണോ? എടാ അതാടാ ശരണ്യം. സോറിടാ. ഹലോ, ഹായ്, ഇത് ശരണ്യ. ഇതാ വലേട്ടൻ. ഇത് പട്ടി വിനു. കേട്ടിട്ടുണ്ട്. സോറിടാ. ഇത് ജോർജ് രാജ. എന്ത് ക്യാപ്പ് ഇടുന്നതാ? ഇതെന്താ തട്ടിക്കൊണ്ട് പോണം നമ്മളെ? വണ്ടി അതേപോലെ തന്നെ. ഹിന്ദി വരാതില്ല. ഇവിടുന്ന് തൃശ്ശൂർ മൊത്തം കാണാനോ? ഈ വെയിലത്തിടന്ന് ഉറങ്ങണമെങ്കിൽ ഇവിടെ ചില്ലറ മാസം നല്ലല്ലോ. കനോണ് കനം. എടാ പോവാ, എന്തോരം നേരം ഇത്. ഇന്നോസ് പ്രോഡക്റ്റാ ഇവൻ പത്ര പോറാൻ. അയ്യോ കടയിൽ എന്ത് സെഞ്ച് ഇപ്പോഴും മുഴുവൻ ശരിയായിട്ടൊന്നുമില്ല. ചിലത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അത് മാറ്റി വരയ്ക്കണം. സാർ ഇതിലൊരു പേപ്പർ. ശരണി ഇത് വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ തരണം. സാർ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? ശരണി വിചാരിക്കുന്ന പോലെ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. സോറി. ഐ ലവ് യു. സാർ ഇത് ഭയങ്കര മോശമാണ്. നിങ്ങൾ എൻ്റെ സാറാണ്. ആണ്, പക്ഷേ ശരണ്യ ഇലക്ടറിന്റെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. Dear Sharanya, from the day I laid my eyes on you, I knew you were the one for me. It will be a credit to have you as my lover and mother of my kids. I love you. എന്താ ചോരോണ്ടാണ് എഴുതിയേക്കണേ? എന്ത് പോലീസ് നായ? Yours faithfully, Arun Raj. யார்கிட்ட சொல்லறேன்? ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞ വിളിച്ച് വിഷയം തോന്നണ്ട നീ അവളോ, അല്ലെങ്കിൽ വിഷയം ഉണ്ടാക്കിയിട്ട് നിങ്ങള്. അവൾക്ക് അങ്ങനെ സീനൊന്നുമില്ലടാ. പൊന്നു മോനെ ഞാൻ അനുഭവിച്ചിട്ടുള്ള പറയാം. നീ വിളിച്ചേക്കണോട്ടാ, മനസ്സിലായ? 500 ചിലവാക്കി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച കേൾക്കാം. ഇനി തുള്ളിനെ മൊത്തം വെത്തങ്ങനെ അയാളുണ്ടോ, പിന്നെ ഇവിടെ കളി മാറും. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. രാത്രി വിളിച്ചിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ. അവനും അതേപോലെ തന്നെ ഒരു ഇത് ഫുട്ബോൾ ആടുന്നത്. എടി നോക്കണില്ലേ? 50-49 വരെയോ നോക്കിട്ട് പറഞ്ഞാൽ മതി. ரோமியோ படத்துல வருமாடா? இது ஹன்சிகா ஃப்ரெண்டா? എടി തോറ്റടി. സാർ എന്തിനാ എനിക്ക് അണ്ടറിട്ട്? താനത് റിസർവ് ചെയ്യുന്നുണ്ട്. തനി മൊത്തം ഭയങ്കര ഉറപ്പായിരുന്നല്ല. അറ്റൻഡൻസും ഇല്ല, അസൈൻമെന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സാർ പേഴ്സണൽ വിരോധം വെച്ച് ഇങ്ങനെ ചെയ്യരുത്. എന്ത് പേഴ്സണൽ വിരോധം? തന്നോട് ഞാൻ മറ്റേ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് താൻ മൊത്തം പാട്ടാക്കിയില്ലേ? സാർ അത് അവർ കണ്ടുപിടിച്ചതാണ്. തനിക്കില്ല ഊറുള്ള കാര്യം തൻ്റെ വീട്ടിലറിയൂ.
ഞാനത് പാട്ടാക്കട്ടെ. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞെൻ്റെ അടുത്ത് വരരുത്, മനസ്സിലായ? എവിടെ നിങ്ങളുടെ വീട് എവിടെയാണ്? ധാരാവിയോ? അവിടെ എന്താ പ്രധാനം? അതോലോ. മോളുടെ വീട് എവിടെയാണ്? എന്റെ വീട് കൊച്ചി, വൈറ്റില. വൈറ്റില. അവിടെ എന്താ പ്രധാനം? അവിടെ ഇവളാണ് പ്രധാനം. വീട്ടിൽ വന്ന അവളുടെ കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒട്ടും ശ്രദ്ധിക്കില്ല, പിന്നെന്താ കാട്ടുക? അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാഞ്ഞിട്ടാണോ? ശരണയുടെ പാരന്റ്സ് അല്ലേ? അതെ അതെ. ഞാൻ അജിത് മേനോൻ, ഫൈനലി റീസി. ഓ, മോന്റെ വീട് എവിടെയാണ്? ഗുരുവായൂരടുത്ത് മമ്മിയൂർ. ആ, അവിടെ എന്താ പ്രധാനം? വീട്ടിൽ അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ. അതാ പ്രധാനം. എനിക്ക് ശരണയെ ഇഷ്ടമാണ്. എന്താണ്? ഐ മീൻ ഐ ലവ് ഹർ. ശരണ്യെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് പറഞ്ഞത് നീ? നിനക്ക് എന്റെ പ്രായമുണ്ടല്ലോ നിനക്ക്, ഇല്ലേ? നീ ആരാണ്? നീ ഇവിടുത്തെ മാഷാണോ അതോ സ്റ്റുഡന്റ് ആണോ? അവളെന്താ അതിനോട് പറഞ്ഞത്? ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ്. അല്ലെങ്കിൽ എന്തിനാ ഈ പോങ്ങനോട് പറയണത്? അവളെവിടെയാണ്? ഹലോ, ശരണ്യയുടെ അച്ഛനായി പോയി. ഇല്ലേ അവനെ കൊല്ലില്ല ഞാൻ ചോദിച്ചോ. അത് പിന്നെ എനിക്ക് അറിയത്തില്ല കുഞ്ഞെ. അയാൾ ചായ ഓർഡർ ചെയ്യാൻ ഞാൻ നന്നായി. അല്ല കുഞ്ഞിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നേനെ. സഞ്ജു, താനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കേട്ടാ ജിമ്മി കൈ നീട്ടും 500 നോട്ടാണ് പട്ടി എടുത്ത് തരണേ. സോറി. ഇപ്പൊ നിന്റെ വർത്തമാനം കേട്ടിട്ട് ഞാൻ നിനക്ക് മാർക്ക് കുറച്ചിട്ട് പോലെ ഉണ്ടല്ലോ. ഞാൻ അയാളോട് നോ പറഞ്ഞതിന്റെ ദേഷ്യാണ് അയാൾക്ക്. ഞാൻ കണ്ടെടുത്തോളം അയാളൊരു മാന്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കണത്. ദീപു നീ വെച്ചിട്ട് പോയേ, എന്റെ മൂഡ് ശരിയല്ല. ഹലോ, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? എനിക്ക് പൊളിഞ്ഞിട്ട് നീ എന്താ ഫോൺ എടുക്കാ? ഞാൻ പ്രാക്ടീസിന്റെ അടുത്തായിരുന്നു, കണ്ടില്ല. ഓ പിന്നെ കണ്ടില്ലെന്ന്. അല്ല, ഞാൻ മനപ്പൂർവ്വം എടുക്കാതിരുന്ന. നീ പോടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ കോയമ്പത്തൂർ എത്താറായി. കോയമ്പത്തൂരാ? എന്റെ പൊന്നു ദീപു, നീ തിരിച്ചു പോ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഒരു മിനിറ്റേ, നീ കോയമ്പത്തൂർ തന്നെയാണോ? അതെ. നോണയല്ലേടാ, നീ പറഞ്ഞോളം തന്നെയല്ലേ? അല്ല. കോയമ്പത്തൂർ ആണെങ്കി ഇപ്പൊ വീഡിയോ കോളാ. എനിക്ക് നെറ്റില്ല. ഉണ്ടാവില്ല. ഞാൻ കോയമ്പത്തൂർ ആണ് ആണ് ആണ്. എന്നിട്ട് നീ എന്താ കഴിക്കുന്നത്? തൈര് സാദം. തൈര് സാദം അല്ല, തൈര്. കോയമ്പത്തൂർ ആണെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്? അത് ഞാൻ ബോർഡറിലാണ്. കള്ളത്തരാണോ നോക്കിയേ. ഇനി നീ കോയമ്പത്തൂരാണ് പ്രൂവ് ചെയ്തിട്ട് എന്നെ വിളിച്ചാ മതി. ബൈ. നീ ആരോടെ കോയമ്പത്തൂരാന്ന് പറഞ്ഞ് വിളിച്ച് കൂവണ്ടായിരുന്നല്ല? എടി അത് വരുണ്ട ഒരു കേസാണ്, നാറ്റ കേസാണത്. എന്താണത്? കോയമ്പത്തൂരാ? ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കാനല്ല. പൊന്നുമാൻ നീ പടിയേറി വരുമ്പോ എനിക്ക് പേടിയാണ്. എന്നോടൊത്തും കൂട്ടിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ട്. എടാ വരുണേ, ഞാൻ അറിയാണ്ട് പറഞ്ഞു. എന്തിനേ എന്നോട് പറയുന്നതിന് എന്നോട് വാക്ക് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ കാക്കനോട് പറഞ്ഞിരുന്നില്ലേ? നിനക്ക് കോയമ്പത്തൂർ എടുത്തതിൽ ആവശ്യമാണ് ചിന്തിച്ചു നോക്കിയേ. എന്താ ആവശ്യം ഉണ്ടാവാൻ? എടി ഇതെന്റെ അഭിമാന പ്രശ്നമാടാ. അവള് നേരിട്ട് വെല്ലുവിളിച്ചേക്കണേണ്. ആത്മാഭിമാന സീരിയലിലെ വിളിക്കുന്ന ഒരു മച്ചാനാണ് ഞാൻ. അപ്പൊ നെക്സ്റ്റ് ബസർ റൗണ്ട് ആണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ബസർ വെച്ചിട്ടുണ്ട്. ആദ്യം ബസ് ചെയ്യുന്ന ആൾക്ക് ഉത്തരം പറയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദിസ് പേഴ്സണാലിറ്റി. മിസ് യെസ്. വാവ സുരേഷ്. നോ. മിസ് യെസ്. ലിയോൺ ട്രോട്സ്കി. That's the correct answer. 10 points to polite rascals. പിന്നെ അജിത്തോടെ അന്വേഷിക്കണ്ടാ. പുള്ളി മറ്റേ ട്രിപ്ലിക്കാരുടെ പാലമരച്ചോട്ടി നിപ്പുണ്ട് നിന്നെ കത്ത്. പാലമരച്ചോട്ടി പോലെ ഇവളാര് യക്ഷിയാ? എന്ത് കോടാലിയാണ്. നമുക്ക് നോക്കിട്ട് വരാം. അതേ ഒരാളെ മത്തിയില്ല. ഇനി ഞാൻ സപ്ലൈ ചെയ്താൽ മാത്രം ഇങ്ങോട്ട് വരവുണ്ടാവും. ഹിമാലയൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നല്ലോ. 6 മാസം കഴിഞ്ഞു. ശരണ്യ ഒന്നും പറഞ്ഞില്ല. 6 മാസം കഴിഞ്ഞല്ലേ? അതെ, മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ചേട്ടാ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. പക്ഷെ എനിക്കൊരു വലിയേട്ടനെ പോലെ കാണാൻ പറ്റുള്ളൂ. സോറി. കമ്മിറ്റ്മെന്റ്സ് അതുകൊണ്ടല്ല, എനിക്ക് ഒരു ബ്രദറിനെ പോലെ പറ്റുള്ളൂ. വലിയേട്ടൻ പദവിയിൽ നിന്ന് എന്തെങ്കിലും നീക്കുവൊക്കെ ഉണ്ടാവോ? സോറി, ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് വോഡ്ക. ഞാൻ ചെല്ലട്ടെ, പ്രാക്ടീസ് ഉണ്ട്. ആർക്ക്? ഫ്രണ്ട്സിന്. ശരണ്യ സംഗീതമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. How many electoral votes did Donald Trump get in 2016 US presidential election?
സംഗീത തെറ്റി നിന്നെ കൊല്ലണ ദിവസമാണ്. ഉത്തരം 304. That's the correct answer. മിസ് വിക്കറ്റ്. 304 votes le ada. Oh, difference ah. Difference. Iya, ini orang. എന്റെ പണിയേട്ടാ. നീയാണോ ശരണയുടെ കാമുകൻ? അയാ കൊള്ളാന്നുണ്ടായിരുന്നു. അവക്കെന്തെങ്കിലും സംഭവിച്ച ഐ വിൽ ബി ദ മോസ്റ്റ് അഫക്റ്റഡ് പേഴ്സൺ. നിന്നെ ഇപ്പൊ കൊന്ന ഹിമാലയ സോളോ ട്രിപ്പിന് വേണ്ടി ഞാൻ ചെയ്ത സകല ഹോട്ടൽ റിസർവേഷൻ മൃത്യവും അതുകൊണ്ട് മാത്രം ജീവിച്ചോ. എനിക്കറിയാം നിനക്ക് ഞാനെന്താ ചെണ്ടേ ഒരു ഭാഗത്ത് നീ മറ്റോടത്ത് അരുൺ സാറ്. എനിക്ക് അറിയാൻ പാടില്ല അടിവെക്കണം. നിനക്കൊക്കെ അവളെ കിട്ടിയുള്ള ചിത്തരോഗി. ട്രിപ്പാണ് മുഖ്യം. നിങ്ങളെന്താ കിസിന്റെ അടുത്ത് പോന്നെ? ഫോട്ടോഷോപ്പ് എന്റെ പൊന്നി നിന്നെ സമ്മതിച്ചു. നീ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കോയമ്പത്തൂരെ പോയേക്കണല്ലേ. ഇനിയിപ്പോ കൈ കിട്ടിയാണല്ലോ അടിച്ചു കൊന്നേനെ ഞാൻ. ഇനി ഇന്നലെ ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂന്നല്ല നീ പറയുള്ളൂ. ഇടിച്ചു പോലെയാണെങ്കിൽ ഞാൻ കോളേജിന്റെ പുറത്തുണ്ട്. ഇപ്പൊ ശരി വെച്ചിട്ട് ഇതെന്താണ് അയ്യപ്പൻകാവിൽ ഉത്സവം? ദീപയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ഇടി ഇടിച്ചനെ. ഒരു സെക്കൻഡ് നീ വന്നേ. നിനക്ക് 2 ഓപ്ഷനാണ്. സോനൻ ടീമായിട്ട് പോയി എൻജോയ് ചെയ്യാം. ഓപ്ഷൻ 2. അന്ന് നീ വേഞ്ചല്ലേ ഞാൻ സോർട്ട് ചെയ്തിട്ടെ. അത് ഓപ്ഷൻ 1. എന്റെ അമ്മ ഞാൻ നാട് വിട്ടായി വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യൂല. അവസാനം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയണം അമ്മയെ ഞാൻ വിളിച്ചോടി പോയേക്കണേന്ന്. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഫുൾ ജോളിയല്ലേ? காலேஜ் கல்ச்சுரல் இங்க வந்து அவ கூட ஒருத்த பேசிட்டு இருக்கா. പിന്നെ അങ്ങോട്ട് പോര്. அவர் இதுக்கு போயிட்டார்ல ட்ரிப்புக்கு ஹிமாலயா போயிட்டாரு. புஷ்பா மாதிரி வண்டியில வந்து உட்காந்துறாங்க. ഇത് കാണുമ്പോ ഏതൊക്കെയോ പടത്തിലെ സീനൊക്കെ ഓർമ്മ വന്ന്. ഏത് സിനിമ? ഒരു കപ്പല് മഞ്ഞിലിടിച്ച് മുങ്ങിപ്പോണ ഒരു പടമില്ലേ? ഓ മോനാ പടം ഓർമ്മ വന്നോ? ഓഹോ அதுக்கப்புறம் என்ன தெரியும்? വേണോ? അമ്മ நினைச்சேன்டா யாரோ செத்து போறாங்க. ഐസിലാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഞാൻ വരില്ല, കുഴപ്പമില്ല, വൈകിട്ടില്ലല്ലോ, ഞാൻ എത്തിക്കോളാം. എന്നാ നീ പാലക്കാട് എത്തിയിട്ട് അച്ഛനെ വിളിച്ചാ മതി. ആ ഓക്കെ. എന്തേ? എടാ അമ്മമ്മക്ക് ശ്വാസമുട്ട് കൂടി ഐസിയുലാണ്, എനിക്ക് പെട്ടെന്ന് ചെല്ലണം അങ്ങോട്ട്. വേണ്ട കുഴപ്പമില്ല, നിന്നെ ബസ് സെറ്റുന്ന എവിടെയെങ്കിലും ആക്കിയാൽ മതി. பஸ்லாம் பழசா இருக்கு. இல்ல அந்த ஒரு படத்திலே சொல்லியிருப்பாங்க பாரு, லைஃப்ல ஒரு வாட்டியாவது அந்த பஸ்ல டிராவல் பண்ணீங்க அப்படின்னு. பின்னாடியே போவாரு. ഹലോ ഹലോ എടാ ഇവിടെ ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഒരു ചേട്ടന്റെ ബാഗിന്റെ തലയുടെ മുകളിലായിരിക്കാണ്. അയ്യോ നീ കരയല്ലേ? ഓക്കെ ആവ്, ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന്. ഇല്ല കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് വീക്ക് സോനയുടെ വീട്ടിൽ വരാം. ഓക്കെ ബൈ ഉമ്മ. നിന്റെ ഭാഗ്യം അവൾ കിട്ടിയത്. നീ അവളെ വിഷമിപ്പിക്കരുതട്ടാ. എന്താ വെച്ചാൽ ഞാൻ പണ്ട് ശില്പനെ വിഷമിപ്പിച്ച പോലെ, മനസ്സിലായ? ഇല്ല